ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിട്ടയായ പഥ്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുക്കണം. അത് ചിട്ടയായ പഥ്യങ്ങൾ. ഇത് പലർക്കും തെറ്റിദ്ധാരണ വെച്ചാൽ നിഷികാന്ത് പാടൂരിൻ്റെ മരുന്നിന് കഠിനമായ പഥ്യമാണ്. ഈ കഠിനമായ പഥ്യം 15 ദിവസമേ ഉള്ളൂ. ഒരു സ്ത്രീക്ക് കഠിനമായ പഥ്യം പറഞ്ഞാൽ ഈ മിനിമം 4 മാസം, മാക്സിമം 1 ഇയർ എന്ന് പറയുമ്പോൾ ഈ 1 ഇയർ പഥ്യമൊന്നുമില്ല. തുടക്കത്തിലുള്ള 14 ദിവസത്തെ പഥ്യം, ആ പഥ്യം കഠിനമാണ്. അത് കഴിഞ്ഞാൽ മാസത്തിൽ 4 ദിവസമേ ഉള്ളൂ. ഈ 4 ദിവസം മാത്രമേ പഥ്യം പാലിക്കേണ്ട ആവശ്യം. ബാക്കിയുള്ള ദിവസങ്ങൾ അവർ സാധാരണ ഭക്ഷണം കഴിക്കാം, സാധാരണ ഇതാകാം. പക്ഷെ പൊതുവേ ഉള്ള സംസാരം വെച്ചാൽ നിഷികാന്തിൻ്റെ ചികിത്സയ്ക്കാണ് പോകുന്നത്. എന്നാൽ ഒരു കളി കളിക്കും നിങ്ങൾ. എന്താ കഠിനമായ പഥ്യമാണ്. ഈ കഠിനമായ പഥ്യം ആളുകൾ പറഞ്ഞുള്ളതാണ്. ഈ കഠിനമായ പഥ്യം വെറും 15 ദിവസത്തേക്കേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം, വർഷങ്ങളായിട്ട് ഇതിനെക്കാട്ടിയും പല കഷ്ടതയും ഇതൊക്കെ നേരിടുന്നവർക്ക് ഒരു 15 ദിവസം എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം അല്ലേ? തീർച്ചയായിട്ടും. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മെഡിസിനാണ്. സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. സ്വന്തം വീട്ടിലിരുന്ന് ഞങ്ങൾ പറയുന്ന രീതിയിൽ കഴിക്കാവുന്ന മരുന്നാണ്. അതിനിപ്പോൾ ഹോസ്പിറ്റലോ അവിടെ വന്നിട്ട് താമസിക്കാൻ 5000 10,000 വാടകയോ അതൊന്നും വേണ്ട. ഈ 850 ആദ്യത്തെ മാസത്തേക്കുള്ള 3500 താഴെയുള്ള 3200 മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുന്നു. അതിനുശേഷം മാസമുള്ള മെഡിസിൻ സ്വന്തം വീട്ടിലിരുന്ന് റിലാക്സ് ചെയ്ത് കഴിക്കാവുന്ന മെഡിസിൻ.